Good morning to all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എന്ന് ഡിഫൈൻ ചെയ്തിരുന്നു. ഒരു ഓപ്പറേറ്റർ എ എന്ന് പറയുന്നത് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആവണമെങ്കിൽ അതിൻ്റെ ഹെർമീഷ്യൻ അഡ്ജോയിൻറ്റ് ഈക്വൽ ടു ദാറ്റ് ഓപ്പറേറ്റർ, ദാറ്റ് ഈസ് എ ഡാഗർ ഈക്വൽ ടു എ ആയിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ മറ്റൊരു തരത്തിലുള്ള ഓപ്പറേറ്ററാണ് പ്രൊജക്ഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. സോ an operator, let me represent a projection operator as p cap. Okay, so an operator p cap is said to be a projection operator, if it is equal to its Hermitian adjoint, and its own square, എന്ന് വെച്ച് കഴിഞ്ഞാൽ പി എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഒരു പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ആവണമെങ്കിൽ പി ഡാഗർ ഈക്വൽ ടു പി ആയിരിക്കണം. അതേപോലെ തന്നെ ഒരു ക്രൈറ്റീരിയൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യണം, ദാറ്റ് ഈസ് അതിൻ്റെ സ്ക്വയർ പി സ്ക്വയർ എന്ന് പറയുന്നത് ഈക്വൽ ടു പി ആയിരിക്കണം. അപ്പോൾ ഒരേ സമയം ഈ രണ്ട് ക്രൈറ്റീരിയകൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്പറേറ്ററിനെ നമുക്ക് പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ആണെന്ന് വിളിക്കാം. നമുക്കറിയാം പി ഡാഗർ ഈക്വൽ ടു പി ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പി എന്ന് പറയുന്ന ഒരു ഹെർമീഷ്യൻ ഓപ്പറേറ്ററാണ്. അപ്പോൾ ഒരു ഓപ്പറേറ്റർ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ആവാൻ അത് സാറ്റിസ്ഫൈ ചെയ്യേണ്ട ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആ ഓപ്പറേറ്റർ ഒരു ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആയിരിക്കണം. അതിൻ്റെ കൂടെ ആ ഓപ്പറേറ്ററിൻ്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് ആ ഓപ്പറേറ്റർ തന്നെ കിട്ടണം. ഓക്കെ, സോ പി ഡാഗർ ഈക്വൽ ടു പി ആൻഡ് പി സ്ക്വയർ ഈക്വൽ ടു പി, നമ്മൾ ഈ രണ്ട് ക്രൈറ്റീരിയയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്പറേറ്ററുകളെ നമുക്ക് പ്രൊജക്ഷൻ ഓപ്പറേറ്റർ എന്ന് വിളിക്കാം. അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ യൂണിറ്റ് ഓപ്പറേറ്റർ. ഓക്കെ, എന്താണ് യൂണിറ്റ് ഓപ്പറേറ്റർ? നമുക്കറിയാം യൂണിറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഐ ക്യാപ്പാണ്. ഈ ഐ ക്യാപ്പിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മളിവിടെ ഐ എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ ഹെർമീഷ്യൻ അഡ്ജോയിൻ്റ് എടുത്താൽ നമുക്ക് ഐ തന്നെ കിട്ടും. അതേപോലെ ഐയുടെ സ്ക്വയർ എടുത്താലും നമുക്ക് ഐ തന്നെ കിട്ടും. ദെയർഫോർ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ. ഇനി നമ്മൾ ഈ പ്രൊജക്ഷൻ ഓപ്പറേറ്ററിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതാണ്: ദ പ്രോഡക്റ്റ് ഓഫ് ടു കമ്മ്യൂട്ടിംഗ് പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സ് P1 and P2 is also a projection operator. Okay, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രോഡക്റ്റ് ഓഫ് ടു കമ്മ്യൂട്ടിംഗ് പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഓപ്പറേറ്റർ വന്നിട്ടുണ്ട്, P1ഉം P2ഉം. അതെങ്ങനെയൊക്കെയുള്ള ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടിംഗ് പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സ് ആണ്. എന്ന് വെച്ചാൽ ദിസ് ഇംപ്ലൈസ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്നും P1ഉം P2ഉം പ്രൊജക്ഷൻ ഓപ്പറേറ്ററാണ് നമുക്കറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? P1 ഡാഗർ എടുത്താൽ എനിക്ക് P കിട്ടും, ആൻഡ് P1 സ്ക്വയർ എടുത്താൽ എനിക്ക് P1 കിട്ടും. ഈ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്താലേ P1 എന്താവത്തുള്ളൂ? പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ആവത്തുള്ളൂ. അതേപോലെ P2 ഡാഗർ എടുത്തു കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് P2, ആൻഡ് P2 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്ത് തന്നെ കിട്ടും? P2 കിട്ടും. അങ്ങനെ എടുത്താലേ എനിക്ക് എന്ത് കിട്ടത്തുള്ളൂ? P2 എന്ന് പറയുന്ന പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ആണെന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് P1ഉം P2ഉം പ്രൊജക്ഷൻ ഓപ്പറേറ്ററുകളാണ്. അതേപോലെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ്? ദേ ആർ കമ്മ്യൂട്ടിംഗ് എന്ന് വെച്ചാൽ P1 P2 ഈസ് ഈക്വൽ ടു P2 ഇൻറ്റു P1 ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മളോട് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത്രയും ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്പറേറ്ററുകളാണ് P1 P2 എങ്കിൽ ദ പ്രോഡക്റ്റ് ഓഫ് ദീസ് ഓപ്പറേറ്റേഴ്സ് വിൽ ബി എ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ P1ൻ്റെയും P2ൻ്റെയും പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതൊരു പ്രൊജക്ഷൻ ഓപ്പറേറ്ററാണ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ P1ഉം P2ഉം പ്രൊജക്ഷൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ അർത്ഥം? ഞാൻ P1 ഇൻറ്റു P2 ഒരു പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ആണെന്ന് പറഞ്ഞാൽ P1 P2 ഹോൾ ഡാഗർ എനിക്ക് P1 P2 കിട്ടുന്നുണ്ടോ നോക്കാം. P1 P2 ഹോൾ ഡാഗർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ്റെ ഹെർമീഷ്യൻ അഡ്ജോയിൻറ്റ് കാണാൻ പറഞ്ഞാൽ നമ്മളതിൻ്റെ എന്ത് ചെയ്യണം? ഓർഡർ റിവേഴ്സ് ചെയ്യണം. അതേപോലെ ഓപ്പറേറ്ററുകൾ അതിൻ്റെ ഹെർമീഷ്യൻ അഡ്ജോയിൻറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യണം എന്നാണ് പഠിച്ചിട്ടുള്ളത്. സോ ദിസ് ഈസ് ഈക്വൽ ടു P2 ഡാഗർ ഇൻറ്റു P1 ഡാഗർ ആണ്. P2 dagger equal to P2 ആണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം P2 ഈസ് എ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ.
P1 dagger equal to P1 ആണ്. കാരണം P1 എന്താണ്, ഒരു ഹെർമിഷ്യൻ ഓപ്പറേറ്റർ ആണ്, അല്ലെങ്കിൽ ഒരു പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് P1 ഉം P2. ആൻഡ് അതുപോലെ തന്നെ ഇത് കമ്മ്യൂട്ടിംഗ് ആണെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് P2 P1 എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണെന്ന് പറയാം, P1 P2 ആണെന്ന് നമുക്ക് പറയാം. നൗ ഇതേപോലെ P1 P2ൻ്റെ സ്ക്വയർ എടുത്ത് നോക്കണം. P1 P2 ഹോൾ സ്ക്വയർ എന്ത് വരും? P1 P2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ദാറ്റ് ഈസ് P1 P2 ഇൻറ്റു P1 P2 ആണ്. ഓക്കെ, ഈ ഓപ്പറേറ്ററുകൾ കമ്മ്യൂട്ടിംഗ് ആണെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഓർഡർ റിവേഴ്സ് ചെയ്യാം. എന്ന് വെച്ചാൽ എനിക്കിതിനെ P1 P1 P2 P2 എന്ന് എഴുതാം. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു P1 സ്ക്വയർ P2 സ്ക്വയർ ആണെന്ന് പറയാം. സിൻസ് P1 ആൻഡ് P2 ആർ പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സ്, P1 സ്ക്വയർ ഈസ് ഈക്വൽ ടു P1 ആൻഡ് P2 സ്ക്വയർ ഈസ് ഈക്വൽ ടു P2. ദാർഫോർ P1 P2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു P1 P2 എന്ന് കിട്ടി. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയാണ് കിട്ടിയത്? P1 P2 ഹോൾ ഡാഗർ ഈക്വൽ ടു P1 P2 ആണെന്നും കിട്ടി. ആൻഡ് P1 P2 ഹോൾ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എഗെയിൻ P1 P2 ആണെന്ന് കിട്ടി. ഇതിൻ്റെ അർത്ഥം എന്താണ്? ദിസ് ഇംപ്ലൈസ് P1 P2, ദ പ്രോഡക്റ്റ് ഓഫ് P1 P2 അല്ലെങ്കിൽ P1 ഇൻറ്റു P2 എന്ന് പറയുന്നത് ഈസ് എ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ. ഇറ്റ്സ് എ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ. നമ്മൾ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതാണ്. Two projection operators are said to be orthogonal. Two projection operators are said to be orthogonal if their product is 0. If their product is 0. Okay, two projection operators are said to be orthogonal. Okay, നമുക്കറിയാം എന്താണ് orthogonal എന്നുള്ളതിൻ്റെ മീനിങ്. Are said to be orthogonal if their product is 0. Okay, അപ്പോൾ two projection operators are said to be orthogonal if their product is 0 എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം? ഇതിന് നമുക്ക് മറ്റൊരു രീതിയിലും പറയാൻ വേണ്ടി പറ്റും. അതായത് ഓർ പ്രോഡക്റ്റ് ഓഫ് ടു പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സ് cannot be a projection operator unless they commute. അതായത് പ്രോഡക്റ്റ് ഓഫ് ടു പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സ് കനോട്ട് ബി എ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ അൺലെസ് ദേ കമ്മ്യൂട്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പ്രോഡക്റ്റ് ഓഫ് ടു പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സ്, സപ്പോസ് ഞാൻ P1 P2 എന്നെടുക്കുന്നു, പ്രോഡക്റ്റ് ഓഫ് ടു പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സ് വേർ ദിസ് P1 ആൻഡ് P2 ആർ പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഈ P1 P2 എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ടു പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സ് ഒരു എന്താണ് പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ആവണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് P1 P2 ഹോൾ ഡാഗർ എടുക്കാം. ദിസ് ഇസ് ഈക്വൽ ടു P2 ഡാഗർ P1 ഡാഗർ എന്ന് കിട്ടും. അതിനെ നമുക്ക് ഈസ് ഈക്വൽ ടു P2 P1 ആണെന്ന് എഴുതാം. സിൻസ് P1 ആൻഡ് P2 എന്ത് സംഭവിക്കണം? പ്രോഡക്റ്റ് ഓഫ് ടു പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സ് കനോട്ട് ബി എ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ അൺലെസ് ദേ കമ്മ്യൂട്ട്. എന്ന് വെച്ചാൽ ഇത് കമ്മ്യൂട്ടിംഗ് ആണെങ്കിൽ മാത്രമേ, P1 ഉം P2 ഉം കമ്മ്യൂട്ടിംഗ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ P2 P1നെ എങ്ങനെ എഴുതാൻ പറ്റൂ? P1 P2 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതേപോലെ നമ്മൾ P2 P1 ഡാഗർ എടുത്തു കഴിഞ്ഞാൽ P1 P2 ഹോൾ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ P1 P2 ഹോൾ സ്ക്വയർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് P1 P2 P1 P2. ഓക്കെ, ഇതിനെ എനിക്ക് P1 സ്ക്വയർ ഇൻറ്റു P2 സ്ക്വയർ എന്ന് എഴുതണം എന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയായിരിക്കണം? കമ്മ്യൂട്ടിംഗ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് ദിസ് ഇസ് ഈക്വൽ ടു P1 P2 എന്ന് എഴുതാൻ വേണ്ടി പറ്റൂ. അതായത് ഇതിൻ്റെ ഓർഡർ ഈ P1നെ ഇങ്ങോട്ടേക്കും ഈ P2നെ ഇങ്ങോട്ടേക്കും എനിക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഓപ്പറേറ്ററുകൾ എന്തായേ പറ്റത്തുള്ളൂ? കമ്മ്യൂട്ടിംഗ് ആയേ പറ്റത്തുള്ളൂ. സോ അത് അൺലെസ് ദേ കമ്മ്യൂട്ട്, അതായത് ഒരു രണ്ട് പ്രൊജക്ഷൻ ഓപ്പറേറ്ററുകളുടെ പ്രോഡക്റ്റ് ഒരിക്കലും പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ആവുന്നില്ല ഇഫ് ദേ ആർ നോട്ട് കമ്മ്യൂട്ടിംഗ് എന്നുള്ളതാണ് മീനിങ്. അത് തന്നെയാണ് നമ്മൾ ടു പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സ് ആർ സെഡ് ടു ബി ഓർത്തോഗണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
നമ്മളതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടണം. അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ എന്നുള്ളതാണ്. രണ്ട് വെക്ടറുകൾ ആണെങ്കിൽ നമ്മളത് പെർപെൻഡിക്കുലർ ആണെന്ന് പറയും. സോ 2 പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സ് ആർ സെഡ് ടു ബി ഓർത്തോഗണൽ ഇഫ് ദെയർ പ്രോഡക്റ്റ് ഈസ് 0. ഇപ്പോൾ P1 P2 ഈസ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് പറയാം, ദീസ് പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സ് ആർ സെഡ് ടു ബി ഓർത്തോഗണൽ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, നൗ ഇതിൻ്റെ മൂന്നാമത്തെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് the sum of two projection operators is generally not a projection operator. ഓക്കെ, അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താണ്, given P1 and P2 are projection operators. P1 P2 പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ സം ഓഫ് ഓപ്പറേറ്റേഴ്സ് ആണ്, ദാറ്റ് ഈസ് P1 പ്ലസ് P2വിൻ്റെ കാര്യമാണ്. അപ്പം ഞാൻ P1 പ്ലസ് P2 പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്തു. P1 പ്ലസ് P2 ഹോൾ ഡാഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു P2 ഡാഗർ പ്ലസ് P1 ഡാഗർ ആണ്. ദിസ് ഇസ് ഈക്വൽ ടു, സിൻസ് P1 ആൻഡ് P2 ആർ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ, ദിസ് ഇസ് P2 പ്ലസ് P1. സമ്മിങ് എന്ന് പറയുന്നത്, സമ്മേഷൻ എടുക്കുക എന്ന് പറയുന്നത് എന്താണ്, അത് കമ്മ്യൂട്ടിംഗ് ആണ്. ദാറ്റ് ഇസ് ദിസ് ഇസ് ഈക്വൽ ടു P1 പ്ലസ് P2 തന്നെ കിട്ടും. അതേസമയം നമ്മൾ P1 പ്ലസ് P2 ഹോൾ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്താണ് കിട്ടുക, ദിസ് ഇസ് ഈക്വൽ ടു P1 പ്ലസ് P2 ഇൻറ്റു P1 പ്ലസ് P2 എന്നാണ് കിട്ടുക. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു, ഇതെന്ത് വരും, P1 സ്ക്വയർ പ്ലസ് P1 P2 പ്ലസ് P2 P1 പ്ലസ് P2 സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം സം ഓഫ് ടു പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സ്, ഈ P1 P2 എന്താണെന്നേ പറഞ്ഞിട്ടുള്ളൂ, പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതായത് P1 ഡാഗർ ഈക്വൽ ടു P1 ആണ്, P2 ഡാഗർ ഈക്വൽ ടു P2 ആണ്. അതേപോലെ P1 സ്ക്വയർ ഇസ് ഈക്വൽ ടു P1 ആണ്, P2 സ്ക്വയർ ഇസ് ഈക്വൽ ടു P1 ആണ്. എന്ന് വെച്ചാൽ ദിസ് ഇസ് ഇവിടെ P1 സ്ക്വയറിനെ എനിക്ക് P1 എന്ന് വിളിക്കാം, ലാസ്റ്റ് കിടക്കുന്ന P2 സ്ക്വയറിനെ എനിക്ക് P2 എന്ന് വിളിക്കാം. പക്ഷേ പ്ലസ് എന്തുകൂടി ഉണ്ട് ഇതിൻ്റെ കൂടെ, P1 P2 പ്ലസ് P2 P1 എന്ന് പറയുന്ന ടേം കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്തല്ല, ദിസ് P1 പ്ലസ് P2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ദിസ് ഇസ് നോട്ട് ഈക്വൽ ടു P1 പ്ലസ് P2. ഇത് ഈക്വൽ ടു P1 പ്ലസ് P2 അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ദിസ് ഇസ് നോട്ട് എ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ, ഓർ ദ സം ഓഫ് ടു പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജനറലി നോട്ട് എ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ. ഓക്കെ, പക്ഷേ ഇത് പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ആവും എപ്പോഴാണ്, ഈഫ് ദിസ് പ്രോഡക്റ്റ് ഈസ് 0. P1 P2 P2 P1 അല്ലെങ്കിൽ ഈ പ്രൊജക്ഷൻ ഓപ്പറേറ്ററുകളുടെ പ്രോഡക്റ്റ് നിങ്ങളോട് 0 ആണെന്ന് തന്നിട്ടുണ്ട് എങ്കിൽ, ഓക്കെ, പ്രോഡക്റ്റ് ഓഫ് ടു പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സ് 0 ആണെന്ന് തന്നിട്ടുണ്ട് എങ്കിൽ ഈ സം ഓഫ് ടു പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സ് എന്താവും, അതൊരു പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ P1 P2 അല്ലെങ്കിൽ P2 P1 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം തന്നെ ഇഫ് ദേ ആർ ഓർത്തോഗണൽ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്തോഗണൽ ആണെങ്കിൽ ഇതിൻ്റെ സം എന്തായിരിക്കും, സം വിൽ ബി അഗെയിൻ എ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ആയിരിക്കും. നൗ നമ്മളിതിൻ്റെ നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഫോർ എ സം ഓഫ് പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സ് P1 പ്ലസ് P2 പ്ലസ് P3 പ്ലസ് എക്സെട്ര, കുറേ പ്രൊജക്ഷൻ ഓപ്പറേറ്ററുകളുടെ സമ്മേഷൻ എടുക്കുന്നു. ആൻഡ് ടു ബി എ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ, it is necessary and sufficient that these projection operators are mutually orthogonal. ഈ ഓപ്പറേറ്ററുകൾ മ്യൂച്വലി ഓർത്തോഗണൽ ആയാൽ മാത്രമേ ഇതെന്താവത്തുള്ളൂ, പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ആവത്തുള്ളൂ. ഇത് നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. അതായത് ഞാൻ P1 പ്ലസ് P2 പ്ലസ് P3 പ്ലസ് എക്സെട്ര, ഓക്കെ, ഇതിൻ്റെ ഹോൾ ഡാഗർ എടുക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും, ഇതിനെ നമുക്ക് P1 ഡാഗർ പ്ലസ് P2 ഡാഗർ പ്ലസ് P3 ഡാഗർ പ്ലസ് എക്സെട്ര എന്നെടുക്കാം. ഇതെല്ലാം പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ആയതുകൊണ്ട് തന്നെ ഇത് P1 പ്ലസ് P2 പ്ലസ് P3 പ്ലസ് എക്സെട്ര എന്നെനിക്ക് കിട്ടും. ദാറ്റ് ഈസ് ഇത് ഹെർമീഷ്യനാണ്. ഇനി P1 പ്ലസ് P2 പ്ലസ് P3 പ്ലസ് എക്സെട്ര ഇതിൻ്റെ ഹോൾ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഇതെല്ലാം ഓപ്പറേറ്റേഴ്സാണ്. സോ വി ഷുഡ് പുട്ട് ക്യാപ്സ് ഇൻ ബെൽസ്. ഓക്കെ, നൗ ഇതിൻ്റെ ഹോൾ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്താണ് വരിക, ദിസ് ഈസ് P1 സ്ക്വയർ പ്ലസ് P2 സ്ക്വയർ പ്ലസ് P3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് ഇതിൻ്റെ കൂടെ വേറെ ടേമുകൾ വരും. എന്താണ്,
ദാറ്റ് ഈസ് P1 P2 then P1 P3 അല്ലേ, പിന്നെ P2 P1 പ്ലസ് P2 P3 എക്സെട്ര, ഇങ്ങനെയുള്ള കുറേ ടേമുകൾ കൂടി വരും. അപ്പോൾ ഈ പറഞ്ഞ എന്താണ് നമുക്കറിയാം, ദിസ് ഇസ് P1 പ്ലസ് P2 പ്ലസ് P3 പ്ലസ് എക്സെട്ര ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇവിടം വരെ കൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ഇതെന്താണ് P1 സ്ക്വയർ എന്ന് പറയുന്നത് P1 ആണ്, പ്ലസ് P2 സ്ക്വയർ എന്ന് പറയുന്നത് P2 ആണ്, P3 സ്ക്വയർ എന്ന് പറയുന്നത് P3 ആണ്, പ്ലസ് എക്സെട്ര. പ്ലസ് ഇവിടെ എന്ത് സംഭവിച്ചു, ഒരു അഡീഷണൽ ടേം കൂടി വന്നു. അപ്പോൾ ഈ അഡീഷണൽ ടേം 0 ആയി പോയാൽ മാത്രമേ ഈ ഓപ്പറേറ്റർ എന്താവാൻ പറ്റത്തുള്ളൂ, ദിസ് ഓപ്പറേറ്റർ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ആവാൻ വേണ്ടി പറ്റൂ. അപ്പോൾ ഇത് 0 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ P1 P2 P1 P3 അല്ലെങ്കിൽ P4 P5 ഇങ്ങനെ ഈ കോമ്പിനേഷൻസ് ഒക്കെ എടുക്കുമ്പോൾ അതെല്ലാം എന്തായി പോകണം, അതെല്ലാം 0 ആയി പോകണം. എന്ന് വെച്ചാൽ ഇത് തമ്മിൽ എന്തായിരിക്കണം, ഓർത്തോഗണൽ ആയിരിക്കണം. സോ ഇഫ് ദീസ് പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സ് ആർ മ്യൂച്വലി ഓർത്തോഗണൽ, then this total term will be 0, then this will be a projection operator. Okay, so ഇതാണ് നമ്മൾ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. Now ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊരു ക്വസ്റ്റ്യൻ, show that this ket vector psi into bra vector psi is a projection operator, if is a projection operator only when psi is normalized. Okay, so ഇത് നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് അറിയാം psi എന്ന് പറയുന്നത് ഒരു പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ആദ്യം ഇത് ഹെർമീഷൻ ആണോ നോക്കുക. അതായത് psi ഹോൾ ഡയഗ്രം എടുക്കുമ്പോൾ എന്ത് കിട്ടും, ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ്റെ ഹെർമീഷൻ അഡ്ജോയിൻ്റ് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഓർഡർ റിവേഴ്സ് ചെയ്യണം. കെറ്റ് വെക്ടറിനെ ബ്രാ വെക്ടർ ആക്കണം, ബ്രാ വെക്ടറിനെ കെറ്റ് വെക്ടർ ആക്കണം, ഓപ്പറേറ്ററുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഹെർമീഷൻ അഡ്ജോയിൻ്റ് എടുക്കണം എന്നൊക്കെ പഠിച്ചു. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ടേമിന് നമ്മൾ ആദ്യം എഴുതും, ദിസ് ഇസ് ബ്രാ വെക്ടർ psi, ഇതിനെ നമ്മൾ കെറ്റ് വെക്ടർ psi ആക്കി എഴുതുന്നു. ദെൻ ആദ്യത്തെ കെറ്റ് വെക്ടർ psiയെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രാ വെക്ടർ psi ആക്കി എഴുതുന്നു. സോ ഇത് psi ഹോൾ ഡയഗ്രം എന്ന് പറയുന്നത് psi എന്ന് തന്നെ കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ്, ദിസ് ഇസ് ഹെർമീഷ്യൻ. സോ ദ ഫസ്റ്റ് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈഡ്. നൗ അടുത്തത്, ഇത് പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ആവണമെങ്കിൽ ഇത് ഒരു കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ആണ്. എന്ന് വെച്ചാൽ എന്താണ്, ഇതിൻ്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് ഇത് തന്നെ കിട്ടണം. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് psi ഇൻറ്റു എന്ത് ചെയ്യണം, വീണ്ടും ഒരു തവണയും കൂടി അത് എഴുതുക. എന്ന് വെച്ചാൽ വീണ്ടും കെറ്റ് വെക്ടർ psi ഇൻറ്റു ബ്രാ വെക്ടർ psi എന്ന് വരും. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു ഹിയർ ബ്രാ വെക്ടർ psi, ഇത് നോക്കിയേ ഇവിടെ ഈ ടേം. ഓക്കെ, ഇതൊരു ബ്രാ വെക്ടർ psi ഇൻറ്റു കെറ്റ് വെക്ടർ psi ആണ്. ഈ ബ്രാ വെക്ടർ psi ഇൻറ്റു കെറ്റ് വെക്ടർ psi നമുക്ക് എങ്ങനെ എഴുതാം, psi എന്ന് ഒന്നിച്ചെഴുതാം. ദെൻ ഫൈനലി ഒരു ബ്രാ വെക്ടർ psi. ഇഫ് psi ഈസ് നോർമലൈസ്ഡ്, psi നോർമലൈസ്ഡ് ആണെങ്കിൽ ഈ ടേം എന്തായി പോവും, ദിസ് വിൽ ബി 1. എന്ന് വെച്ചാൽ ദിസ് ഈസ് ഈക്വൽ ടു psi, സോറി ഫസ്റ്റ് ടേം ഇവിടെ നമുക്കറിയാം ദിസ് ഇസ് കെറ്റ് വെക്ടർ ആണ്, this is ket vector. Okay, so we will get this as ket vector psi into bra vector psi എന്ന് തന്നെ കിട്ടും. അതായത് ഇതിൻ്റെ നടുക്കത്തെ psi നോർമലൈസ്ഡ് ആണെങ്കിൽ ഈ നടുക്കത്തെ ടേം എന്തായി പോയിക്കോളും, 1 ആയി പോയിക്കോളും. അപ്പോൾ പിന്നെ നമുക്ക് ഈ ആദ്യത്തെ ടേം കെറ്റ് വെക്ടർ psiയും ലാസ്റ്റത്തെ ഈ ബ്രാ വെക്ടർ psiയും മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, കെറ്റ് വെക്ടർ psi ഇൻറ്റു ബ്രാ വെക്ടർ psiയുടെ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് കെറ്റ് വെക്ടർ psi ഇൻറ്റു ബ്രാ വെക്ടർ psi എന്ന് തന്നെ കിട്ടി. അപ്പോൾ ഇഫ് psi ഈസ് നോർമലൈസ്ഡ് നമുക്ക് ഒരേ സമയം ഇത് ഹെർമീഷൻ ആണെന്ന് കിട്ടും, ഇതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അത് തന്നെയാണെന്ന് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണെന്ന് കിട്ടും, പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ആണെന്ന് കിട്ടും. സോ ദിസ് കെറ്റ് വെക്ടർ psi ഇൻറ്റു ബ്രാ വെക്ടർ psi ഈസ് എ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ഇഫ് psi ഈസ് നോർമലൈസ്ഡ്. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നൗ നമ്മൾ രണ്ടാമതുള്ള ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം. ദാറ്റ് ഈസ് കൺസിഡർ ദിസ് കെറ്റ് വെക്ടർ psi. Consider ket vector psi is equal to 9i phi1 plus 2 times phi2, and this ket vector chi is equal to minus I by root 2 phi1 plus 1 by root 2 phi2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ഇതാണ്, കാൽക്കുലേറ്റ് ket vector psi into bra vector psi and ket vector chi into bra vector chi. ഓൾസോ അതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആർ ദേ പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് കെറ്റ് വെക്ടർ psiയും അതേപോലെ തന്നെ ബ്രാ വെക്ടർ കെറ്റ് വെക്ടർ കൈയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ ക്വസ്റ്റ്യനിൽ കാണേണ്ടത് കെറ്റ് വെക്റ്റർ സൈ ഇൻറ്റു ബ്രാ വെക്റ്റർ സൈ, അതേപോലെ കെറ്റ് വെക്റ്റർ കൈ ഇൻറ്റു ബ്രാ വെക്റ്റർ കൈ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കെറ്റ് വെക്റ്റർ സൈ എന്ന് പറയുന്നത് 9i51 പ്ലസ് 252 ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ബ്രാ വെക്റ്റർ സൈ? വാട്ട് ഈസ് ബ്രാ വെക്റ്റർ സൈ? ഇറ്റ് ഈസ് മൈനസ് 9i ബ്രാ വെക്റ്റർ 51 പ്ലസ് 2 ബ്രാ വെക്റ്റർ 52 എന്ന് വരും. അതേപോലെ ഇവിടെ കെറ്റ് വെക്റ്റർ കൈ നമുക്ക് തന്നിരിക്കുന്നത് മൈനസ് i/√2 51 പ്ലസ് 1/√2 52 എന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ബ്രാ വെക്റ്റർ കൈ? ദിസ് വിൽ ബി i/√2 ബ്രാ വെക്റ്റർ 51 പ്ലസ് 1/√2 ബ്രാ വെക്റ്റർ 52 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ആദ്യത്തെ പാർട്ട് പറഞ്ഞിരിക്കുന്നത് കെറ്റ് വെക്റ്റർ സൈ ഇൻറ്റു ബ്രാ വെക്റ്റർ സൈ ചെയ്യണം. ഓക്കെ, കെറ്റ് വെക്റ്റർ സൈ ഇൻറ്റു ബ്രാ വെക്റ്റർ സൈ. സോ കെറ്റ് വെക്റ്റർ സൈ ഇൻറ്റു ബ്രാ വെക്റ്റർ സൈ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? ദിസ് വിൽ ബി 9i51 പ്ലസ് 252 ഇൻറ്റു മൈനസ് 9i51 സോറി 9i ഇൻറ്റു ബ്രാ വെക്റ്റർ 51 9i ഇൻറ്റു ബ്രാ വെക്റ്റർ 51 this is minus 9i ബ്രാ വെക്റ്റർ 51 പ്ലസ് 2 ഇൻറ്റു ബ്രാ വെക്റ്റർ 52 എന്ന് വരും. അപ്പോൾ ഇതിനെ തമ്മിൽ എന്ത് ചെയ്യണം? ഓരോ ടേംസ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഫസ്റ്റ് വൺ 9i ഇൻറ്റു മൈനസ് 9i, ദാറ്റ് ഇസ് ദിസ് ഇസ് 81 ഇൻറ്റു കെറ്റ് വെക്റ്റർ 51 ഇൻറ്റു ബ്രാ വെക്റ്റർ 51. നെക്സ്റ്റ് ടേം പ്ലസ് 18i, അതായത് ഈ ഫസ്റ്റ് ടേമിനെയും ഇവിടുത്തെ ലാസ്റ്റ് ടേമിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻറ്റു ദിസ് കെറ്റ് 51 ബ്രാ വെക്റ്റർ 52. ദെൻ ഈ സെക്കൻഡ് ടേം വിത്ത് ഫസ്റ്റ് ടേം ചെയ്യുമ്പോൾ മൈനസ് 18i ഇൻറ്റു കെറ്റ് 52 ബ്രാ വെക്റ്റർ 51. ദെൻ ലാസ്റ്റത്തേത് 4 ഇൻറ്റു കെറ്റ് 52 ബ്രാ വെക്റ്റർ 52 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് കെറ്റ് വെക്റ്റർ സൈ ഇൻറ്റു ബ്രാ വെക്റ്റർ സൈ. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കെറ്റ് വെക്റ്റർ കൈ ഇൻറ്റു ബ്രാ വെക്റ്റർ കൈ കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ കെറ്റ് വെക്റ്റർ കൈ ഇൻറ്റു ബ്രാ വെക്റ്റർ കൈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുക ഇറ്റ് വിൽ ബി 1/2 ഇൻറ്റു 51 51 minus i/2 into 51 52, then plus i/2 into ket 52 bra vector 51 plus last term 1/2 into ket 52 bra vector 52. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഹിയർ ബോത്ത് ദിസ് psi and chi are Hermitian ആണ്. ഇത് ഹെർമീഷ്യൻ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം ഇത് ഹെർമീഷ്യൻ ആണെന്ന് പറയാൻ കാരണം എന്താണ്? സൈ ഞാൻ എടുത്തിട്ട് ഇതിൻ്റെ ഹോൾ ഡാഗർ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക? ആദ്യം രണ്ടാമത് കിടക്കുന്ന ബ്രാ വെക്ടർ ആദ്യം വരുമ്പോൾ കെറ്റ് വെക്ടർ ആവും, ആദ്യം കിടക്കുന്ന കെറ്റ് വെക്ടർ രണ്ടാമത് വരുമ്പോൾ ബ്രാ വെക്ടർ ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈക്വൽ ആണെന്നാണ് കിട്ടുക. ഇതേപോലെയാണ് നമുക്ക് കെറ്റ് വെക്ടർ കൈ ഇൻറ്റു ബ്രാ വെക്ടർ കൈ എടുത്തിട്ട് ഇതിൻ്റെ ഹോൾ ഡാഗർ എടുത്തു കഴിഞ്ഞാൽ ദിസ് വിൽ ബി അഗെയിൻ കെറ്റ് വെക്ടർ കൈ ഇൻറ്റു ബ്രാ വെക്ടർ കൈ തന്നെയാണ്. ഇത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്ന കെറ്റ് വെക്ടർ സൈ ബ്രാ വെക്ടർ സൈ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്, അതേപോലെ കെറ്റ് വെക്ടർ കൈ ബ്രാ വെക്ടർ കൈ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ എന്ത് ചെയ്യുക? ഹെർമീഷ്യൻ അഡ്ജോയിൻ്റ് എടുത്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ ഹെർമീഷ്യൻ അഡ്ജോയിൻ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും? അത് തന്നെ കിട്ടും. അപ്പോൾ അവിടെ നമുക്ക് എന്താണെന്ന് കിട്ടും? ദേ ആർ ഹെർമീഷ്യൻ ആണെന്ന് കിട്ടും. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ആർ ദേ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ആകണമെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യേണ്ട ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? അത് ഹെർമീഷ്യൻ ആയിരിക്കണം. ഞാൻ രണ്ടാമത് അത് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം അതെങ്ങനെയായിരിക്കണം. അതൊരു അതിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ നമുക്കത് തന്നെ കിട്ടണം. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ സൈ എന്ന് പറയുന്നത് ഒരു പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈ ഒരു ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആണെന്ന് കിട്ടി. അതായത് അതിൻ്റെ ഹെർമീഷ്യൻ അഡ്ജോയിൻ്റ് എടുത്താൽ എനിക്ക് അത് തന്നെ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്ക്വയർ എടുത്താൽ എന്ത് കിട്ടും? ഓക്കെ, അതിൻ്റെ സ്ക്വയർ എടുത്താൽ നമുക്കറിയാം ദിസ് ഈസ് സൈ ഇൻറ്റു സൈ ആണ്. ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതിന് എങ്ങനെ എഴുതാം? സൈ എന്ന് എഴുതാം. അതേപോലെ നമ്മൾ
കൈ ആണ് എടുക്കുന്നതെങ്കിൽ എന്ത് വരും? ഇതിൻ്റെ ഹോൾ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ദിസ് ഈസ് ഈക്വൽ ടു കൈ ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഓപ്പറേറ്ററിൻ്റെ സ്ക്വയർ എടുത്താൽ അത് തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ഇവിടെ ഈ സൈയും അതേപോലെ കൈയും 1 ആയി പോയാൽ ഇത് ഈക്വൽ ടു 1 ആണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു എന്താണെന്ന് കിട്ടും? ഇതൊരു പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ആണെന്ന് കിട്ടും. അതേപോലെ കൈ ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ ഈ സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് കൈ വിത്ത് കൈ എന്ന് പറയുന്നത് 1 ആവുകയാണെങ്കിൽ നമുക്ക് ഇത് അഗെയിൻ ഒരു പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ആണെന്ന് കിട്ടും. എന്ന് വെച്ചാൽ നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ സൈ എന്ന് പറയുന്ന സ്റ്റേറ്റ് വെക്ടറും കൈ എന്ന് പറയുന്ന സ്റ്റേറ്റ് വെക്ടറും നോർമലൈസ്ഡ് ആണ് എങ്കിൽ ഇതൊരു പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ആയിരിക്കും. കാരണം ഇത് നമ്മൾ മുമ്പേ നമ്മളൊരു ക്വസ്റ്റ്യനിൽ ചെയ്തതാണ്. എന്താണ് ഈ സൈ എന്ന് പറയുന്ന ഒരു പ്രൊജക്ഷൻ ഓപ്പറേറ്റർ, സൈ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ പ്രൊജക്ഷൻ ഓപ്പറേറ്ററാണ് ഈഫ് സൈ ഈസ് നോർമലൈസ്ഡ്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേറ്റർ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ആവണമെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ എന്താണ്? അത് നോർമലൈസ്ഡ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇത് നോർമലൈസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ നോർമലൈസ്ഡ് ആണെന്ന് അറിയാൻ നിങ്ങൾ സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് സൈ വിത്ത് സൈ ചെയ്ത് നോക്കുക. അതേപോലെ സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് കൈ വിത്ത് കൈ ചെയ്ത് നോക്കുക. നമുക്ക് ബ്രാ വെക്ടർ സൈ ഉണ്ട്, കെറ്റ് വെക്ടർ സൈ ഉണ്ട്, ബ്രാ വെക്ടർ കൈ ഉണ്ട്, കെറ്റ് വെക്ടർ കൈ ഉണ്ട്. സോ എന്ത് ചെയ്യുക? ഇതിൻ്റെ സ്കെയിലാർ പ്രോഡക്റ്റ് എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സൈ വിത്ത് സൈ എന്ന് പറയുന്നത് 85 എന്ന് കിട്ടും, കൈ വിത്ത് കൈ എന്ന് പറയുന്നത് 1 എന്നാണ് കിട്ടുക. അതിൻ്റെ അർത്ഥം നമുക്ക് എന്ത് പറയാം? സൈ എന്ന് പറയുന്നത്, അതായത് സ്റ്റേറ്റ് വെക്ടർ സൈ ഈസ് നോട്ട് നോർമലൈസ്ഡ്. ഇത് നോർമലൈസ്ഡ് അല്ല. ദെർഫോർ എന്ത് സംഭവിക്കും? സൈ ഈസ് നോട്ട് എ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ. അതേസമയം നമുക്കറിയാം സ്റ്റേറ്റ് വെക്ടർ കൈ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ദിസ് ഈസ് നോർമലൈസ്ഡ്. അതുകൊണ്ട് തന്നെ ദിസ് കൈ ഈസ് എ പ്രൊജക്ഷൻ ഓപ്പറേറ്ററാണ്. ഇതൊരു പ്രൊജക്ഷൻ ഓപ്പറേറ്ററാണ്, കാരണം ഇത് നോർമലൈസ്ഡ് ആണ്. ഇതൊരു പ്രൊജക്ഷൻ ഓപ്പറേറ്റർ അല്ല, കാരണം എന്താണ്? സൈ ഈസ് നോട്ട് നോർമലൈസ്ഡ്. Okay, so this is about projection operator. We will discuss the remaining sessions in the next chapter, next class. Okay, thank you.